ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. 10th ലെവൽ പരീക്ഷകൾ VFA ബെവ്കോ LD വരുന്നു. ഇതിൻ്റെ കൂടെ ആയിരിക്കും പ്രിലിംസ് ഉണ്ടാവുക. +2 ലെവൽ പരീക്ഷകൾ വരുന്നു. ദെൻ ഹായ്, എല്ലാവരുടെയും സംശയമാണ് കമ്പനി ബോർഡ് LGS വരാൻ പോവുകയാണല്ലോ, നോട്ടിഫിക്കേഷൻ ഇതാ വരാൻ പോവുകയാണ്. അപ്പം ഇതിന് 2 ഘട്ട പരീക്ഷ ഉണ്ടാവുമോ അല്ലേ, അല്ലെങ്കിൽ ഒറ്റഘട്ടം മാത്രമായിട്ടാണ് നടത്തുക എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ട്. അപ്പം ഈ മാസത്തോടു കൂടി അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മത്സര സാധ്യതയുള്ള പരീക്ഷയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നമുക്കറിയാം 76 പോയിന്റ് സംതിങ് ആണ്, 76.66 ആണ്. അപ്പോൾ അത് കട്ട് ഓഫ് എന്ന് പറയുന്നത് 100ൽ 76 എന്ന് പറയുന്ന ഇത്തവണ അങ്ങനെ ആവണമെന്നില്ല. അത് പരീക്ഷയുടെ നിലവാരത്തിനനുസരിച്ചുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രമല്ല, നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം പരീക്ഷ 2 ഘട്ടം ഉണ്ടാവുമോ, അതേപോലെ തന്നെ ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതി എന്താണ്, ഇനി സിലബസിൻ്റെ സ്ഥിതി എന്താണ്, പ്രിലിംസിൻ്റെ സിലബസ് എന്താണ്, മെയിൻസിൻ്റെ സിലബസ് എന്താണ്, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിലബസ് നോക്കാം. അതായത് നിങ്ങൾക്ക് പ്രിലിംസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഒരു 99% ഉറപ്പാണ്. കാരണം കമ്പനി ബോർഡ് LGS സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. അത്യാവശ്യം നല്ല അപേക്ഷകരുണ്ടാവും. ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യും അല്ലേ, എല്ലാവരും. അതായത് ഡിഗ്രി യോഗ്യതയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ ചുമ്മാ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്തിട്ടേക്കും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അപേക്ഷകർ ഉണ്ടാവുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റ പരീക്ഷയായിട്ട് ആർക്ക് നടത്താൻ പറ്റില്ല, PSCക്ക് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യത 99%. ഇനി വളരെ നേരിയ ശതമാനം സാധ്യത മാത്രമാണ് പ്രിലിംസ് ഒഴിവാക്കാനുള്ളത്. അങ്ങനെയുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പ്രിലിംസ് ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും, 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് ഉണ്ടല്ലോ, അത് വെച്ചാണ് പ്രിലിംസ് ഉണ്ടാവുക. കമ്പനി ബോർഡ് LGS 7ാം ക്ലാസ് യോഗ്യത മുകളിലോട്ടുള്ള ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അതൊക്കെ. പക്ഷേ പ്രിലിംസ് നടത്തുമ്പോൾ 10th ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇവിടെ എന്താ സംഭവിക്കാൻ അറിയോ. കമ്പനി ബോർഡ് LGS ഇനി VFA വിളിക്കുന്നു, ബെവ്കോ LDC വിളിക്കുന്നു അല്ലേ, ഇങ്ങനെയുള്ള 10th ലെവൽ പരീക്ഷകൾ വേറെയും വിളിക്കും. ചിലപ്പോൾ ഇതെല്ലാത്തിൻ്റെയും കൂടെ ആയിട്ടായിരിക്കും ഒരുമിച്ച് 10th ലെവൽ പ്രിലിംസ് നടക്കുക. ഉറപ്പായിട്ടും 10th ലെവൽ പ്രിലിംസ് ആണ്. മറ്റ് തസ്തികകൾ 10th ലെവൽ യോഗ്യതയുള്ള തസ്തികകളാണ്. ഇത് LGS ആണ്. എങ്കിൽ പോലും 10th ലെവൽ പ്രിലിംസ് നടത്തുമ്പോൾ പരീക്ഷ ആ ഒരു നിലവാരത്തിലേക്ക് അങ്ങോട്ട് പോകും. അതായത് 10th ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് അല്ലേ, ഇത് 7ാം ക്ലാസ് യോഗ്യതയാണ്, പക്ഷേ ആ നിലവാരത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ പറയുന്ന കമ്പനി ബോർഡ് LGS പോലെയുള്ള പരീക്ഷകളിൽ പ്രിലിംസിന് കൂടുതൽ എന്താണ് ഭയങ്കര ടഫായിട്ടുള്ള പരീക്ഷയും അതേപോലെ മെയിൻസ് താരതമ്യേന എളുപ്പമുള്ള പരീക്ഷയായിട്ടും മാറാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു 10th ലെവൽ പ്രിലിംസ് ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നന്നായിട്ട് കൊടുമ്പിരി കൊണ്ട പഠനത്തിൽ നിങ്ങൾ ഏർപ്പെട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ആ ഒരു പ്രിലിംസിൻ്റെ മത്സരത്തിൽ നിങ്ങൾ അങ്ങ് പോകും. ഈ പറയുന്ന അത് പ്രിലിംസും പാസ്സായി വരുന്ന പോലും മറ്റുള്ള തസ്തികകൾക്കായിരിക്കും അവർ തയ്യാറെടുക്കുന്നുണ്ടാവുക. പക്ഷേ ആ കൂട്ടത്തിൽ ഇവരെന്ത് ചെയ്യും, ഇവിടെയും സെലക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് മെയിൻസിന് വേണ്ടി നോക്കുന്നവർ ഇതിൽ കമ്പനി ബോർഡ് LGSൻ്റെ മെയിൻസിന് നോക്കുന്നവർ അതിൽ വലിയ താല്പര്യമുള്ളവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിലുള്ള മത്സരം കുറയുകയും ചെയ്യും. അതാണ് സംഭവിക്കുക. അതുകൊണ്ട് നമ്മൾ പ്രിലിംസിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ മെയിൻസ് എഴുതാനുള്ള യോഗ്യത കിട്ടുകയും ആ ഒരു പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സാധനം മാത്രം ലക്ഷ്യമിട്ട്, അല്ലെങ്കിൽ LGS എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം വെച്ച് നീങ്ങുന്ന കുറേ പേരുണ്ട്. കാരണം ഇംഗ്ലീഷും മലയാളവും നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇംഗ്ലീഷ് മാത്സ് മലയാളം അതൊക്കെ നല്ല ടഫ് ലെവലിൽ പഠിക്കണമല്ലോ മറ്റുള്ളതിന്, 10th ലെവൽ മേലോട്ടുള്ളതിന്. അതുകൊണ്ട് അത് വേണ്ട, എനിക്ക് LGS മാത്രം മതി, കാരണം അതൊരു സിമ്പിൾ മാത്സ് അല്ലേ, 20 മാർക്കിനുള്ളൂ, ബാക്കിയുള്ള GK അല്ലേ എന്ന് വിചാരിച്ച് LGS മാത്രം നോക്കുന്ന വാരിയസ് LGS, കമ്പനി ബോർഡ് LGS, യൂണിവേഴ്സിറ്റി LGS അതങ്ങനെയായി പോയി. എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം നോക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഇത് നേടാൻ അർഹതയുള്ളവരും നേടേണ്ടവരും അവരാണ് സത്യത്തിൽ. കാരണം അവരെ ഇതിൽ നിൽക്കുള്ളൂ, ബാക്കിയുള്ളവൻ അത് അടുത്ത കിട്ടുന്നതനുസരിച്ച് പോവും. പക്ഷേ ഇവിടെ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നത് ആ പറഞ്ഞ ടൈപ്പ് ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു തസ്തിക ലക്ഷ്യം വെച്ച് നോക്കുന്ന ആളുകൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മാത്രമായിട്ട് പ്രിലിംസ് പ്രത്യേകം നടത്തേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു സാധ്യതയില്ല. 10th ലെവൽ മറ്റുള്ള VFAയും ബെവ്കോ എല്ലാം വിളിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരുമിച്ചൊരു പ്രിലിംസ് വരാനാണ് സാധ്യത. അതുകൊണ്ട് അവിടെ നമ്മൾ തോറ്റു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഇപ്പോഴേ സീരിയസ് ആയിട്ട് കണ്ട് ഇന്ന് മുതലാണെങ്കിൽ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നല്ല പഠനം നടത്തണം. ഓക്കെ, അപ്പോൾ എന്താണ് സ്ഥിതി നമുക്ക് നോക്കാം. ഈ ഓരോ വിഷയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഈ കറണ്ട് അഫയേഴ്സ് എടുക്കുകയാണെങ്കിൽ പ്രിലിംസിന് 10 മാർക്കിനാണുള്ളത്. പക്ഷേ മെയിൻസിന് എത്ര മാർക്കിനുണ്ടാവും, 20 മാർക്കിനുണ്ടാവും. അപ്പോൾ ഒരു 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ 10, മെയിൻസ് പരീക്ഷയിൽ 20. LGSൻ്റെ മെയിൻസ് 20 അല്ലേ, LGSൻ്റെ മെയിൻസ് പരീക്ഷ നടത്തുമ്പോൾ 20. പക്ഷെ അവിടെ ഒരു ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചുമാണ് പൊതുവേ ഒരു 95% ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമുള്ള ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ലോക വിവരങ്ങളും ചോദിച്ചു, ആനുകാലികം ലോക വിവരങ്ങളും വന്നിട്ടുണ്ട് ഈ ഒരു പരീക്ഷയിൽ, മെയിൻസിൻ്റെ പരീക്ഷയിൽ. പ്രിലിംസിൻ്റെ പിന്നെ പരീക്ഷയിൽ അങ്ങനെ ഇല്ല, ഇന്ത്യയോ കേരളോ ലോകോ എന്തും ചോദിക്കാം. കാരണം അത് 10th ലെവൽ പ്രിലിംസിൻ്റെ
കോമൺ ആ ഒരു സിലബസ് വെച്ചിട്ടുള്ള പരീക്ഷയാണ്. 7ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ എന്ന് തസ്തികയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം എന്നില്ല, വേറെയും ചില തസ്തികകൾ അതിൻ്റെ കൂടെ ഉണ്ടാവാം. ഓക്കെ, അതാണ് കറണ്ട് അഫേഴ്സിൻ്റെ സ്ഥിതി. അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി കറണ്ട് അഫേഴ്സ് നോക്കി പഠിച്ചു കൊണ്ടുപോകണം അല്ലേ? നിങ്ങളുടെ പരീക്ഷ ആകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ വരെ ഇപ്പോൾ ഉള്ളതിരുന്നായിരിക്കും ഇതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്ന സമയത്തേക്ക്. അതുകൊണ്ട് ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു പോവുക. ദെൻ ഇന്ത്യൻ ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഇങ്ങനൊരു ഹെഡിങ് ഉണ്ട്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, അത് പ്രിലിംസിന് 10 മാർക്കിനുണ്ട്, മെയിൻസിന് എത്ര മാർക്കിന്? 5 മാർക്ക്. ഈ സിലബസ് എഴുതി വെച്ചതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. പ്രിലിംസിൻ്റെ സിലബസിൽ എഴുതിയ പോലെയല്ല മെയിൻസിൻ്റെ സിലബസിൽ എഴുതിയത്, അത്രേ വ്യത്യാസമുള്ളൂ. പക്ഷേ സംഭവം ഇത് തന്നെയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭൂമിശാസ്ത്ര വിഭജന മേഖലകളും കാര്യങ്ങളും അതൊക്കെ പഠിക്കണം. പിന്നെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ അല്ലേ, ബേസിക് ആയിട്ടുള്ള ജനസാന്ദ്രതയും ജനസംഖ്യയും മുതൽ ഓരോ ജില്ലകളും കാര്യങ്ങളും ആ ലെവലുള്ള കാര്യങ്ങൾ മുതൽ മേലോട്ടേക്ക് അടിസ്ഥാന വിവരങ്ങൾ പഠിക്കണം. ഇതാണ് മാർക്ക്. 10, 5, 15. 10 പ്രിലിംസും മെയിൻസ് 5. ദെൻ കേരള ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ, കേരള ഭൂമിശാസ്ത്രവും അതേപോലെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും 10 മാർക്ക് പ്രിലിംസിനുണ്ട്, 10 മാർക്ക് മെയിൻസിനുണ്ട്. അവിടെയും പ്രത്യേകം ടോപ്പിക്കിൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലേ? കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, ഭൂപ്രകൃതി വിഭജനം, അതുകൂടാതെ നദികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഓരോ ടോപ്പിക്കും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് എന്ത് കിടക്കുന്നത്? ഈ പഞ്ചായത്തി രാജ്, മത്സ്യബന്ധനം, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട് താനും. ഓക്കെ, പ്രിലിംസിനും 10 ഉണ്ട്, മെയിൻസിനും 10 മാർക്കുണ്ട്. ദെൻ ഇന്ത്യാ ചരിത്രം 10, പ്രിലിംസിനുണ്ട് 10, മെയിൻസിനുണ്ട് 10. ഇന്ത്യാ ചരിത്രം എന്ത് മതി? ആധുനിക ഇന്ത്യാ ചരിത്രം മാത്രമാണ് LGSന് വേണ്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും അതിനുശേഷമുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളും അതിനുശേഷം ഓരോ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതികളും കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. പ്രിലിംസിനും 10 മാർക്കുണ്ട്, മെയിൻസിനും 10 മാർക്കുണ്ട്. പിന്നെ കേരള ചരിത്രത്തിൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവും കേരളത്തിലെ നവോത്ഥാനവും ഇതാണ് പഠിക്കാനുള്ളത്. പ്രിലിംസിന് 10നുണ്ട്, മെയിൻസിന് എത്ര മാർക്ക്? 5 മാർക്കിനുമാണ് ആ ഒരു ഏരിയ കിടക്കുന്നത്. സെയിം സിലബസ് ആണ്. ഓക്കെ, ദെൻ പൗരൻ്റെ അവകാശങ്ങൾ, ദേശീയ ചിഹ്നങ്ങൾ, പിന്നെ വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഇത്രയും ഒരു സിലബസ്, ഒരു മൊഡ്യൂൾ എന്തിനുണ്ട്? പ്രിലിംസിനുണ്ട്. പ്രിലിംസിന് പ്രത്യേകം കൊടുത്തിരിക്കുന്ന മൊഡ്യൂളാണ്. പൗരൻ്റെ അവകാശങ്ങളും ചുമതലകളും, ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, ദേശീയം എന്നുള്ള രീതിയിലുള്ള ദേശീയ ഗാനം, ദേശീയ ഗീതം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കമ്മീഷനുകൾ, വിവിധ കമ്മീഷനുകളിൽ നമുക്കവിടെ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനുമാണ് പഠിക്കാനുള്ളത്. അങ്ങനെ ഒരു 10 മാർക്കിനുള്ള ഏരിയ പ്രിലിംസിനുണ്ട്. അത് മെയിൻസിന് അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷെ അതിലുള്ള പൗരൻ്റെ അവകാശങ്ങളും ചുമതലകളും അതിൻ്റെ കൂടെ ഇതിന് പകരം ഭരണഘടനയും ചേർത്തുകൊണ്ടാണ് മെയിൻസിന് 5 മാർക്കുള്ളത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയുണ്ട്? മെയിൻസ് പരീക്ഷയിലുണ്ട് 5 മാർക്ക്. പ്രിലിംസ് പരീക്ഷയിൽ ഭരണഘടനയെക്കുറിച്ചില്ല. ഭരണഘടനയിലുള്ള അവകാശങ്ങളും ചുമതലകളും കാര്യങ്ങളേ ഉള്ളൂ. അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുള്ളൂ. വളരെ അപൂർവമായിട്ട് ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് താനും. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ കണക്കാക്കി ഭരണഘടന അടിസ്ഥാനം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് പ്രിലിംസിനും ഗുണം ചെയ്യും. ഓക്കെ, ദെൻ ഇതേപോലെ തന്നെ പ്രിലിംസിന് ഇല്ലാത്തതും മെയിൻസിനുള്ളതുമായിട്ടുള്ള ഒരു ഏരിയയാണ് വിവിധ മേഖലകൾ. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ മേഖല, സാമ്പത്തിക മേഖല, സാഹിത്യ മേഖല, കായിക മേഖല. ഇങ്ങനൊരു സാധനം പ്രിലിംസിനില്ല. പ്രിലിംസിന് ഈ മേഖലകളിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളേ ഉള്ളൂ. അത് പ്രിലിംസിനും വരാം, മെയിൻസിനും വരാം. അതുകൂടാതെ മെയിൻസിന് ഇങ്ങനെ തന്നെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെഡിങ്ങിൽ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരികം, രാഷ്ട്രീയം, സാമ്പത്തികം, സാഹിത്യം, കായികം, ഈ മേഖലയിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സ് അല്ലാതെ, കറണ്ട് അഫേഴ്സ് 20 മാർക്കിനുണ്ട്, അതിൽ ഭൂരിഭാഗവും വരുന്നത് ഈ ഏരിയ എന്നാണ്, അത് സത്യമാണ്. അത് കൂടാതെ അല്ലാത്ത ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്നുണ്ടാവും. ഇതാണ് മെയിൻസിന് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന സാധനം. അത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സാധനം കണ്ടോ, സാമ്പത്തിക മേഖല 5-6 മാർക്കിന് വരെ പല ചോദ്യ പേപ്പറുകളിൽ ഇവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പലരും എന്ത് ചെയ്യും? സിലബസിൽ നോക്കുമ്പോൾ സാമ്പത്തിക ശാസ്ത്രം ഉണ്ടാവില്ല. LGSന്റെ സിലബസ് അല്ലേ, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞ സാധനമേ കാണില്ല. പക്ഷേ SCERTയിൽ 5 മുതൽ 10 വരെയുള്ള സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് നോക്കണം. പിന്നെ നീതി ആയോഗം നന്നായിട്ട് പഠിക്കണം. അവിടുന്ന് മൊത്തത്തിൽ 5-6 ചോദ്യങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ആകെയുള്ള മാർക്ക് ഇവിടെ 5. പക്ഷേ ഈ ഏരിയയിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സ് തന്നെയായിട്ട് ചോദ്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൂടുതലും സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ 6 മാർക്കിന് വരെ വന്ന പരീക്ഷകളുണ്ട്. 2-3 മാർക്ക് എല്ലാ പരീക്ഷകളിലും മിക്കവാറും ഉണ്ടാവും. 6 മാർക്കിന് വരെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ലെവലിലുള്ള. ഓക്കെ, അതാണ് അവിടുത്തെ സ്ഥിതി. ഇനി ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. പ്രിലിംസിന് ജീവശാസ്ത്രം എന്ന് മാത്രമേ ഉള്ളൂ, നാച്ചുറൽ സയൻസ് മാത്രം. ഓക്കെ, പക്ഷേ മെയിൻസിനാവുമ്പോൾ അത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നുള്ള രീതിയിലാണ്. ഒന്നുമില്ല, നിങ്ങളുടെ ഈ പറയുന്ന 10th ലെവൽ മെയിൻസ് ഉണ്ടല്ലോ, LGS മെയിൻസ് അല്ലാണ്ട് 10th ലെവൽ മെയിൻസ്, ആ സിലബസ് തന്നെയാണ്.
അതിലുള്ള ടോപ്പിക്കുകളാണ്. പക്ഷേ അത് പ്രിലിംസിൻ്റെ സിലബസിൽ കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ. മെയിൻസിൻ്റെ സിലബസിൽ 2 ടോപ്പിക്കിന് അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പൊതുജനാരോഗ്യം ആക്കിയാണ്. അല്ലാണ്ട് പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ട് വേറെ സ്പെഷ്യലായിട്ട് സാധനങ്ങളൊന്നുമില്ല. സത്യത്തിൽ അതാണ് സംഭവം. അപ്പോൾ അത് പ്രിലിംസിന് ജീവശാസ്ത്രം 10 മാർക്ക്, അതിൻ്റെ കൂടെ 2 ടോപ്പിക് കൂടി ആഡ് ചെയ്തിട്ട് 15 മാർക്കിനുണ്ട്. എവിടെ? മെയിൻസിന്. കാരണം 5 മാർക്ക് ജീവശാസ്ത്രം ബയോളജി, പൊതുജനാരോഗ്യത്തിൽ 10 മാർക്കുണ്ട്. അവിടെ എന്താ ചെയ്തത്? അതായത് പ്രിലിംസിൻ്റെ ജീവശാസ്ത്രത്തിലുള്ള സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അതൊക്കെ എവിടത്തേക്ക് മാറ്റി? പൊതുജനാരോഗ്യത്തിലേക്ക് മാറ്റി. അതിൻ്റെ കൂടെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്നുള്ളൊരു ടോപ്പിക്ക് കൊടുത്തു. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ അതൊക്കെ കൊടുത്തു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം 10 മാർക്കും 15 മാർക്കും 25 മാർക്കിനുള്ള ഏരിയ ആണ്. അപ്പോൾ ജി കെയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ഏരിയ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യമാണ്. 5 മുതൽ 10 വരെയുള്ള SCERT പാഠപുസ്തകങ്ങളാണ് ഇതിൻ്റെ സോഴ്സ്. ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ഏരിയ അതാണ് ജി കെയിൽ. പിന്നെ ഫിസിക്കൽ സയൻസിൽ പ്രിലിംസിന് 10 ഉണ്ട്, മെയിൻസിന് 5 മാർക്കേ ഉള്ളൂ. സെയിം സിലബസ് ആണ്, 12 ടോപ്പിക്കുകൾ അടങ്ങിയ സിലബസ് ഉണ്ട്. അതേ സിലബസ് തന്നെയാണ് മെയിൻസിനുള്ളത്, പക്ഷേ അവിടെ 5 മാർക്കേ ഉള്ളൂ. ഓക്കെ, മാർക്ക് കൂടുതൽ എവിടത്തേക്ക് പോയി? യെസ്, ബയോളജിയും അതേപോലെ പൊതുജനാരോഗ്യത്തിലേക്കും പോയി. പിന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ കാര്യം, സിമ്പിൾ മാത്സും അതേപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിയും കൂടെ 20 മാർക്കിനാണ് പ്രിലിംസിനും ഉണ്ട് മെയിൻസിനും ഉണ്ട്. അപ്പോൾ 20, 20, 40 മാർക്ക്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഏരിയ പ്രിലിംസും മെയിൻസും കൂടെ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് യെസ് ഗണിതവും മാനസിക ശേഷി പരിശോധനയാണ്. ഇത് മാത്സ് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കും പഠിച്ചെടുക്കാൻ പറ്റും. 240 മാർക്കുണ്ട്. അപ്പോൾ മാത്സ് ഇവിടെയും ഉണ്ടോ? എന്നാൽ പിന്നെ ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. മാത്സിൽ ഒരു അടിത്തറ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിലും ഇനി വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് ഇവിടെ മാത്സിൽ ഈ 20ൽ 20 നേടാവുന്ന പരുവത്തിലേക്ക് എത്താൻ പറ്റും. ആ രീതിയിലുള്ള മാത്സേ ഇവിടെ വരാറുള്ളൂ. LGS പരീക്ഷയിൽ മെയിൻസിന് വരാറുള്ളൂ. പ്രിലിംസിന് ഈ പറഞ്ഞ രീതിയിൽ 10th ലെവൽ പ്രിലിംസ് ആയതുകൊണ്ട് ചില പരീക്ഷകളിൽ ഇത്തിരി ലെവൽ കൂടും, ചില പരീക്ഷകളിൽ ഇത്തിരി ലെവൽ കുറയും. പക്ഷേ സിലബസ് സെയിം ആണ്, ആ ടോപ്പിക്കുകൾ തന്നെയേ ഉള്ളൂ. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള 8 ടോപ്പിക്കുകൾ മാത്സിലും അതേപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിയിലും ആണുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പം സിലബസിലുള്ള ആകെയുള്ള മൊത്തത്തിലുള്ള വ്യത്യാസം എന്താ നോക്കിയാൽ ഈ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളത് മെയിൻസിന് മാത്രമേ ഉള്ളൂ. അതേപോലെ വിവിധ മേഖലകൾ, ശാസ്ത്ര സാങ്കേതികം, കലാ കായികം, സാഹിത്യം, സംസ്കാരം, രാഷ്ട്രീയം, സാമ്പത്തികം, ഈ പറഞ്ഞ ഈ മേഖലകളുണ്ടല്ലോ, ഇതെന്തിനു മാത്രമേ ഉള്ളൂ? മെയിൻസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്രിലിംസിന് ഈ മേഖലകളിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സ് മാത്രമേ ഉള്ളൂ. മെയിൻസിന് ഈ മേഖലകളിൽ നിന്നുള്ള അല്ലാത്ത ചോദ്യങ്ങൾ വരാം. സാഹിത്യ രചനകളെക്കുറിച്ചോ കലാരംഗത്തെ നേട്ടങ്ങളെക്കുറിച്ചോ ആരുടെയെങ്കിലും നേട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സാംസ്കാരിക പൈതൃകങ്ങളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളെക്കുറിച്ചോ പിന്നെ സാമ്പത്തിക മേഖലയെക്കുറിച്ചോ രാഷ്ട്രീയ മേഖലയെക്കുറിച്ചോ ഒക്കെയുള്ള ചോദ്യങ്ങൾ വരാം. ഓക്കെ, അത് മെയിൻസിന് മാത്രം. ഭരണഘടനയും മെയിൻസിന് മാത്രം. പക്ഷേ ഭരണഘടനയിൽ നിന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ, കാരണം അവകാശങ്ങളും ചുമതലകളും ഉണ്ട്, അവിടെ അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ മാത്രമല്ല ചോദിക്കാറുള്ളത്, അല്ലാത്ത ചില കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി പിന്നെ ഞാൻ പറഞ്ഞതാണ് പൊതുജനാരോഗ്യത്തിൽ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനവും ജീവിതശൈലി രോഗങ്ങളും എന്നീ വിഷയമേഖലകൾ കൂടെ ചേർത്ത് മെയിൻസിനുണ്ട് എന്നുള്ള മാത്രമാണ് അവിടെ ആ ഒരു ഏരിയയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പൊതുജനാരോഗ്യം എന്നും പറഞ്ഞിട്ട് മെയിൻസിന് അത് അഡീഷണൽ ആയിട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ 2 ടോപ്പിക് ഓൾറെഡി പ്രിലിംസിന് ബയോളജി കിടക്കുന്ന സാധനമാണ്, അത് ഇങ്ങോട്ട് മാറ്റി അതിൻ്റെ കൂടെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനവും ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ഹെഡിങ്ങും കൂടെ ചേർത്തപ്പോൾ പൊതുജനാരോഗ്യമായി 10 മാർക്കുമായി. അതാണ് പ്രത്യേകത. ഓക്കെ, അവിടെ SCERT ആണ് ഏറ്റവും പ്രധാനം. ഈ 15 മാർക്കിൽ ഒരു 13 മാർക്ക് വരെ ഇതുവരെയുള്ള ചോദ്യപേപ്പറിലൊക്കെ SCERT തന്നെയുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ദെൻ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാന കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് SCERTയുടെ പ്രാധാന്യം. പഴയതും പഠിക്കണം, പുതിയതും പഠിക്കണം. ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇതിന് മുമ്പോ അല്ലെങ്കിൽ ഇതിന് ശേഷമോ ആയിട്ട് യൂട്യൂബിൽ വരും. അല്ലെ, SCERTയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്, പുതിയ മാറ്റത്തെ നിങ്ങൾ പേടിക്കണോ എന്നുള്ള വീഡിയോ, എന്താണ് കൂടുകയാണോ കുറയാണോ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ ചാപ്റ്ററിൻ്റെ എണ്ണം കുറഞ്ഞു, പക്ഷേ കണ്ടൻറ്റ് ഒരു 20% വരെ, ഒരു 10 മുതൽ 20% വരെ കണ്ടൻറ്റ് കൂടിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരിക. പണ്ട് പഠിച്ചവരാണെങ്കിൽ, പുതിയതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പഴയതും പഠിക്കണം പുതിയതും പഠിക്കണം. അല്ലെങ്കിൽ പുതിയത് ആദ്യം അങ്ങ് പഠിച്ച് തീർക്കുക, എന്നിട്ട് പഴയതൊരു റിവിഷൻ പോലൊന്നും ഓടിച്ച് പോയാൽ മതി. ഓക്കെ, ഇനി അവിടെ പഠിക്കുന്ന സമയത്ത് 5 മുതൽ 10 വരെയുള്ള GK വേണം. 5, 6, 7 ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. 8, 9, 10 വരില്ല എന്ന് വിചാരിക്കരുത്, LGS അല്ലേ എന്ന് വിചാരിക്കരുത്. ഭൂരിഭാഗം പരീക്ഷകളിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ ചാപ്റ്ററുകളിൽ നിന്നാണ്. അതുകൊണ്ട് 5 മുതൽ 10 വരെയുള്ളത് തന്നെ പഠിക്കണം. പ്രിലിംസിന് പ്രത്യേകിച്ചും, മെയിൻസിന് ചിലപ്പോൾ കൂടുതലായിട്ടും ഈ ചാപ്റ്ററുകൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. 5 to 10 GK പഠിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ മാത്സും പഠിക്കേണ്ടതായിട്ടുണ്ട്. പല ചോദ്യങ്ങളും മാത്സിലുള്ള പല ചോദ്യങ്ങളും പാഠപുസ്തകത്തിൽ നിന്ന് കടന്നു വരാറുണ്ട്, ചില ചോദ്യങ്ങളെങ്കിലും. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്രിലിംസിന് മെയിൻസിനേക്കാളും കൂടുതൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സ്വാഭാവികമായിട്ട് ലഭിക്കാറുണ്ട്. അതിന് കാരണവും ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം
ചിലപ്പോൾ ഇതിൻ്റെ പ്രിലിംസ് മാത്രമായിട്ടായിരിക്കില്ല നടക്കുക, മറ്റ് 10th ലെവൽ പരീക്ഷകൾ വേറെ ഉണ്ടാവും. അപ്പോൾ കോമൺ പ്രിലിംസ് ആണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മെയിൻസ് പരീക്ഷ കൂടുതൽ ടഫ് ആവാം. അത് ആദ്യം മനസ്സിലാക്കണം. പ്രിലിംസ് ക്ലിയർ ചെയ്താലേ ഞാൻ മെയിൻസിന് പഠിക്കേണ്ടതുള്ളൂ. പ്രിലിംസ് ക്ലിയർ ചെയ്യോ ഇല്ലയോ, ഞാൻ LGS അല്ലേ നോക്കുന്നത്, LGS അങ്ങനെയൊക്കെ പഠിച്ചാൽ, ഇങ്ങനെയുള്ള ലാഘവത്തോടെയുള്ള മനോഭാവത്തോടു കൂടി നിങ്ങൾ ഇതിനിറങ്ങി തിരിച്ചാൽ ഉറപ്പായിട്ടും നമുക്കിത് കിട്ടാതെ പോകും. അതുകൊണ്ട് പ്രിലിംസ് ഗംഭീര മത്സരം നടക്കുന്നതാണ്. VFAയും ബെബ്കോ LDC ഒക്കെ നോക്കുന്നവൻ നമ്മുടെ കൂടെ മത്സരിക്കാനുണ്ടാവും. കമ്പനി ബോർഡ് LGS ആണ് യോഗ്യത. 7ാം ക്ലാസ് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡിഗ്രി ലെവൽ പരീക്ഷ നോക്കുന്നവരും നമ്മുടെ കൂടെ ഈ പരീക്ഷ എഴുതാൻ വരും. പ്രിലിംസ് എഴുതാൻ ഇവരൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടും. ഉറപ്പല്ലേ, ആളുകൾ ഉൾക്കൊള്ളിക്കുമ്പോൾ കട്ട് ഓഫ് കൂടും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രയത്നം തന്നെ ഞാൻ ഇപ്പോഴേ തുടങ്ങണം എന്നുള്ള ചിന്ത ഉണ്ടാക്കി വെക്കണം. അല്ലാതെ LGS അല്ല, അത് ഇവരാരും നോക്കൂല എന്നുള്ള ലാഘവത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രിലിംസ് പാസ്സാകുന്ന തീർത്തും അവരായിരിക്കും. അതുകൊണ്ട് അത് മനസ്സിലാക്കുക കേട്ടോ. ദെൻ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കേണ്ടത് 2021 PSCയുടെ ആ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ളത് മതി. ഇനി അതിന് പഴയതൊന്നും നോക്കണ്ട. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം, ഈ LGSന് പഠിക്കുന്നവർ ചെയ്യുന്നൊരു വിഡ്ഢിത്താണ്. കാരണം പണ്ട് കാലം തൊട്ട് ചെയ്തു വന്നതാ. കാരണം പണ്ട് കാലം ചെയ്തപ്പോൾ അത് വിഡ്ഢിത്തായിരുന്നില്ല, പ്രധാന കാര്യമായിരുന്നു, ഏറ്റവും ടാക്റ്റിക്കലായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം എന്താ, അന്ന് അത് മതിയായിരുന്നു. ഒരു 10 വർഷത്തെ പ്രീവിയസ് ചോദ്യപേപ്പറുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകൾ അടങ്ങിയൊരു പുസ്തകം വാങ്ങും, അതങ്ങോട്ട് പഠിക്കും. അത് പഠിച്ച് തീർന്നാൽ തന്നെ ഒരു LGS പരീക്ഷയിൽ ടോപ്പ് റാങ്ക് നേടാൻ പാകത്തിൽ മാർക്ക് കിട്ടുമായിരുന്നു. കാരണം അത്രയും ആവർത്തന ചോദ്യങ്ങളാണ്. സ്ഥിതി മാറി, കാര്യങ്ങൾ മാറി. ഇപ്പോൾ ആവർത്തന ചോദ്യങ്ങളുണ്ട്. താരതമ്യേന ഡിഗ്രി ലെവലിനേക്കാളും +2 ലെവലിനേക്കാളും കൂടുതൽ ആവർത്തന ചോദ്യങ്ങൾ ഈ പറയുന്ന 10th ലെവൽ പരീക്ഷകളിലും LGS പരീക്ഷകളിലും ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും അതിൻ്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പ്രീവിയസ് മാത്രം പഠിച്ചതുകൊണ്ട്, ഇതിലൊരു 10 വർഷത്തോ 20 വർഷത്തോ 50 വർഷത്തോ പ്രീവിയസ് മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾ ടോപ്പ് റാങ്കിലേക്ക് എത്തില്ല. കുറേ മാർക്കുകൾ അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒരു 2021 ആ മാറ്റത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇത് മാത്രം പ്രീവിയസ് പഠിച്ചാൽ മതി. ആ ചോദ്യങ്ങളൊക്കെ നോക്കുക, ചോദ്യരീതികൾ മനസ്സിലാക്കുക, എത്ര ഡെപ്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലാതെ ഇത് ആ ചോദ്യത്തിന് അനുബന്ധ വസ്തുതകൾ അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഒരു ടോപ്പിക്കാണ്, ആ ടോപ്പിക്ക് പഠിച്ചു തീർക്കുക. അല്ലാതെ ആ ചോദ്യത്തിന് അനുബന്ധ വസ്തുതകൾ 2 പോയിൻ്റൂടെ അല്ലെങ്കിൽ 5 പോയിൻ്റൂടെ പഠിച്ചു വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് കാര്യമില്ല. ആ ടോപ്പിക്ക് പഠിച്ചില്ല എങ്കിൽ അടുത്ത ചോദ്യം വരുമ്പോൾ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യം വരുമ്പോൾ അവിടെ നിന്ന് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉള്ളതിൽ നിങ്ങൾ ഈ പഠിച്ച ചോദ്യത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ഒന്നുണ്ടാവുമായിരിക്കും. അനുബന്ധ വസ്തുതകൾ എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിരുന്ന ഒരു സാധനം ഉണ്ടാവില്ല. നോക്കൂ സ്ഥിതി, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാം. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ചോദ്യ ഓപ്ഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെയാണ് ഉള്ളതാനും. ഈ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അങ്ങനെ ഒരു ലോജിക്കൽ ഗസ് നടത്താൻ പറ്റാത്ത രീതിയിലാണ് ചോദ്യം ഉണ്ടാവുക. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ല, കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ആ ചോദ്യം വന്ന ടോപ്പിക്ക് പഠിക്കണമായിരുന്നു. അതാണ് ഇനി വേണ്ടത്. സിലബസിലെ ഓരോ ടോപ്പിക്കുകളും നല്ല ഡെപ്തിൽ പഠിച്ച് തീർക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എന്നും പറഞ്ഞ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കുറച്ച് ചോദ്യങ്ങളൊക്കെ കിട്ടും, ആ ചോദ്യങ്ങൾ കൊണ്ട് നമ്മൾ എവിടെ എത്തില്ല. അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മുൻകാല ചോദ്യപേപ്പറുകൾ അത്രയും നോക്കുക. പിന്നെ ചോദ്യ പാറ്റേണുകൾ മനസ്സിലാക്കുക. ഒരു 20 രീതികളിലാണ് ചോദ്യങ്ങൾ വരുന്നത് അല്ലേ. നിങ്ങൾക്ക് 20 PSC പാറ്റേൺ സുജേഷ് പുറക്കാട് അടിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. ആ ഓരോ പാറ്റേണും, ആ ഓരോ ചോദ്യ രീതികളും അപ്രോച്ച് ചെയ്യുക. അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ആൻസർ ചെയ്യണം എന്നൊക്കെയുള്ളത് ഞാൻ പറയുന്നുണ്ട്. ലോജിക്കൽ ഗസ് നടത്തേണ്ട കാര്യങ്ങളൊക്കെ ആ വീഡിയോ പറയുന്നുണ്ട്, അതൊന്ന് കാണുക. ആ ചോദ്യ പാറ്റേണുകൾ മനസ്സിലാക്കുക. ഓരോ ഏരിയ ഇനി അങ്ങോട്ടേക്ക് പഠിക്കുമ്പോൾ, ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്ന് ചിന്തിച്ചുകൊണ്ട് പഠിച്ചു പോവുക. പിന്നെ റാങ്ക് ഫയലുകളും PSC ബുള്ളറ്റിനൊന്നും ഇനി നോക്കണ്ട എന്ന് പലരും പറയും. പക്ഷേ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നോക്കിക്കൊള്ളുക. നിങ്ങൾ ഇപ്പോൾ എൻട്രി ആപ്പിൽ ചേർന്ന്, ഇപ്പോൾ ക്ലാസ്സിൽ ചേർന്ന് ഒരു ഗോൾഡ് ബാച്ചിലോ അല്ലെങ്കിൽ ഒരു നോർമൽ ബാച്ചിലോ ചേർന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കണം നിർബന്ധമില്ല. കാരണം അവിടെ ഒരു അധ്യാപകൻ എടുക്കുന്ന ക്ലാസ്സിൽ SCRTയും NCRTയും നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ചേർത്ത് PSC ബുള്ളറ്റിനും റാങ്ക് ഫയലും, അതായത് റാങ്ക് ഫയലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രഡീഷണലി ചോദിച്ചു വരുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ, ഇതൊക്കെ ചേർത്തുകൊണ്ടായിരിക്കും ഓരോ അധ്യാപകരും അവരുടെ ടോപ്പിക് എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റുന്നില്ല എങ്കിൽ വിട്ടേക്കാം. പക്ഷേ നല്ലത് എപ്പോഴും നമ്മൾ ഈ ഓൺലൈൻ പഠനമായാലും അതിൻ്റെ കൂടെ ഒരു പുസ്തകം കയ്യിലുണ്ടാവുന്നത് ബെറ്ററാണ്. നമ്മളിത് കണ്ടു മടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആ ടോപ്പിക് ഒന്ന് വായിച്ചു നോക്കാനെങ്കിലും ഉപകരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റാങ്ക് ഫയൽ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അത് 2021 ശേഷമുള്ളതാണെങ്കിൽ പുതിയത് വാങ്ങണം ഒരു നിർബന്ധമില്ല, അത് ഉപയോഗിക്കാം. പിന്നെ SCRT 5 to 10 അടങ്ങിയ പുസ്തകം, പഴയതും വേണം പുതിയതും വേണം. ഓക്കെ, അല്ലെങ്കിൽ പാഠപുസ്തകം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ട് പഠിക്കണം. പിന്നെ PSC ബുള്ളറ്റിൻ അല്ലെങ്കിൽ തൊഴിൽ പ്രസിദ്ധീകരണം ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വായനയുടെ ഭാഗമാക്കി കൊണ്ടുപോവുക. ഒന്നുകിൽ തൊഴിൽ വീതി പോലെയുള്ള ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളോ അല്ലെങ്കിൽ PSC ബുള്ളറ്റിനോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള വായനയുടെ ഒരു സൈഡിലൂടെ അത് കൊണ്ടുപോവുക. ആ ഒരാഴ്ച വരുന്ന സാധനങ്ങൾ ആ ഒരാഴ്ച കൊണ്ട് തീർക്കുന്ന രീതിയിൽ സൈഡിലൂടെ അതൊന്ന് കൊണ്ടുപോകുന്നത് ഇത്തരം പരീക്ഷകൾക്ക് വളരെ ഗുണകരമായിട്ട് മാറും. ദെൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, 10th ലെവൽ പരീക്ഷകൾ VFA ബെബ്കോ LD വരുന്നു. ഇതിൻ്റെ കൂടെ ആയിരിക്കും പ്രിലിംസ് ഉണ്ടാവുക.
+2 ലെവൽ പരീക്ഷകൾ വരുന്നു. ദെൻ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇതാ പലതും വന്നു. ഇനിയിപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരുന്നു. അപ്പം കൊടുമ്പിരി കൊണ്ട മത്സരമാണ്. സ്വാഭാവികമായിട്ടും ഡിസംബർ ആകുന്ന സമയത്ത് PSC ഒരുവിധം നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ ഇനി സമയമായിട്ടുള്ളതൊക്കെ പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ മത്സരിക്കാൻ എത്തുന്ന സമയത്താണ് നിങ്ങളുടെ പരീക്ഷ വരാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇവരൊക്കെ ഇത് വേണ്ടെങ്കിലും അപ്ലൈ ചെയ്യാലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ ഒരു ആസ്പിരൻ്റ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ഡിഗ്രി ലെവൽ പരീക്ഷ മാത്രമേ നോക്കുന്നുള്ളൂ. എൻ്റെ ലക്ഷ്യം ഒരു സെക്രട്ടറി അസിസ്റ്റൻ്റ് ആവുക ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾ എന്നെ ഒരു ആസ്പിരൻ്റ് ആയിട്ട് കണ്ടോ? അങ്ങനെയുള്ള ഞാൻ എന്ത് ചെയ്യാണ്, ഡിഗ്രി ലെവൽ ഒരു പരീക്ഷയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്, അതാണ് ഞാൻ നോക്കുന്നത്. അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. ഞാനിതിനു വേണ്ടി പഠിക്കുക. അപ്പം ഇതിൻ്റെ ഇടയിൽ മറ്റ് നോട്ടിഫിക്കേഷനുകൾ വരുന്നു. ഇതിനിടാ ഡിഗ്രി യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ചുമ്മാ ഞാൻ അപ്ലൈ ചെയ്തിടും. സ്വാഭാവികമല്ലേ? എന്നെ തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ മത്സരിക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേ. എന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യും. നിങ്ങളും ചെയ്യും. ഇതേപോലെ മറ്റുള്ളവരും ചെയ്യും. ഈ ആസ്പിരൻസ് ഒക്കെ അത് ചെയ്യും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പറയുന്ന പ്രിലിംസ് എഴുതാൻ ഇവിടെ എല്ലാവരും ഉണ്ടാവും. അത് മുന്നിൽ കണ്ടുകൊണ്ട് സീരിയസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് നേടാൻ പറ്റൂ. ഓക്കെ, അവരൊന്നും ഇതിന് ജോലിക്ക് വരാനുണ്ടാവില്ല. അതിൻ്റെ മെയിൻസ് ചിലപ്പോൾ എഴുതുണ്ടാവില്ല. മെയിൻസ് എഴുതിയാലും ചിലപ്പോൾ ലിസ്റ്റിൽ വന്നാലും ചിലപ്പോൾ ജോലി വേണ്ടി വരില്ല. കാരണം അപ്പോഴേക്കും അവർ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ പ്രിലിംസ് എഴുതാനൊക്കെ അവരുണ്ടാവും. കുറച്ച് പേര് മെയിൻസ് എഴുതാനും ഉണ്ടാവും. അവരെ കൂടെ കണ്ടു വേണം നമ്മുടെ പഠനം ആസൂത്രണം ചെയ്യാൻ. അല്ലാതെ ലാഘവത്തോടെ കാണരുത്. ഇതൊരു LGS പരീക്ഷയല്ലേ എന്നുള്ളൊരു ലാഘവത്തോടെ ഇതിനെ കാണരുത്. അത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുന്നവർ ഉറപ്പായിട്ടും വിജയിക്കും. നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ച വീട്ടിൽ നിങ്ങൾ അങ്ങനെ ലാഘവത്തോടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കിത് പണിയാവും. അതല്ലാത്ത പക്ഷം നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ദെൻ അവിടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് 12/1/2024 നിലവിൽ വന്നത്. അപ്പോൾ നമുക്ക് 2027 ജനുവരി 11 വരെ അതിന് എന്തുണ്ട്, കാലാവധിയുണ്ട്. അപ്പോൾ 2027 ജനുവരി 12 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. 2027 ജനുവരിയിൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ 2027 ജനുവരിയിൽ തന്നെ വരണമെങ്കിൽ അതിൻ്റെ 2-3 മാസം മുമ്പ് എന്ത് വരണം, ഷോർട്ട് ലിസ്റ്റ് വരണം. 2-3 മാസം മുമ്പ് ഷോർട്ട് ലിസ്റ്റ് വരണം. 2-3 മാസം മുമ്പ് ഷോർട്ട് ലിസ്റ്റ് വരണമെങ്കിൽ അതിൻ്റെ 2-3 മാസം മുമ്പ് മെയിൻസ് നടക്കണം. ഉറപ്പല്ലേ? അപ്പോൾ അതിൻ്റെ 2-3 മാസം മുമ്പ് എന്ത് നടക്കണം, പ്രിലിംസ് നടക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാ നോട്ടിഫിക്കേഷൻ ഈ മാസം വരുന്നു. നമ്മുടെ മുന്നിലേക്ക് ഇനി വളരെ കുറഞ്ഞ മാസങ്ങളേ ഉള്ളൂ. ഒരു 4-5 മാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അത് കഠിന പ്രയത്നത്തിലാക്കി മാറ്റിയാൽ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് അടിച്ചെടുക്കാം. അത്രയും നിയമനങ്ങൾ നടക്കുന്നൊരു തസ്തികയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് 76.67 ആണ്. പരീക്ഷ ആ രീതിയിലായതുകൊണ്ടാണത്. പരീക്ഷ നന്നായിട്ട് ടഫ് ആവുകയാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് അടുത്ത തവണ കുറയും. പരീക്ഷ നന്നായിട്ട് ഈസി ആവുകയാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കൂടും. അത്രയേ ഉള്ളൂ അത്. അല്ലാതെ എപ്പോഴും ഇതായിരിക്കണം എന്നുള്ളതല്ല. 76 എന്നാൽ പിന്നെ ഞാൻ നോക്കുന്നില്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അവിടെ ആ പരീക്ഷയുടെ നിലവാരത്തിനനുസരിച്ചാണ് കട്ട് ഓഫ് ഉണ്ടാവുക. ഓക്കെ, അതേ നിലവാരത്തിലുള്ള പരീക്ഷ ഇത്തവണ നടക്കുകയാണെങ്കിൽ 76 എന്നുള്ളത് അതൊരു 78 79 ആവും. ഇതേ നിലവാരത്തിലുള്ള പരീക്ഷ നടക്കുകയാണെങ്കിൽ അത് അങ്ങനെയല്ലല്ലോ ഉണ്ടാവുക ഓരോ കാലഘട്ടത്തിലും. പല രീതിയിലാവാം. ഓക്കെ, അപ്പം ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഈ ഒരു കട്ട് ഓഫ് പ്രകാരം വന്ന മെയിൻ ലിസ്റ്റിൽ 3712 പേരാണ് ഈ ഒരു മാർക്കും അതിൽ കൂടുതലും മാർക്ക് നേടിയ ആളുകൾ ഉണ്ടായിരുന്നത്. അതിൽ 2426 ആളുകൾക്ക് നിയമനം കിട്ടി. ഇത് മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണമാണ്. ഈ നിയമനം എന്ന് പറഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ നിന്നും കുറേ പോയിട്ടുണ്ടാവും, ഭൂരിഭാഗം പോയിട്ടുണ്ടാവും. കുറച്ചെണ്ണം അല്ലേ SC ST അങ്ങനെയുള്ള LC അങ്ങനെയുള്ള ചില വിഭാഗങ്ങളൊക്കെ എവിടെ നിന്നും പോയിട്ടുണ്ട്, ഈ പറയുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റ് ഒന്നും പോയിട്ടുണ്ട്. അപ്പോൾ 2426ഓളം നിയമനങ്ങൾ ഓൾറെഡി ലാസ്റ്റ് അഡ്വൈസ് പോയത് 23/9/25 അന്നത്തോടുകൂടി 2426 നിയമനങ്ങൾ ഓൾറെഡി നടന്നിട്ടുണ്ട്. അതിൻ്റെ കാലാവധി ആകുമ്പോഴേക്കും ഉറപ്പായിട്ടും 2027 ജനുവരി ആകുമ്പോഴേക്കും മിക്കവാറും ഈ ഒരു റാങ്ക് ലിസ്റ്റ് തീരുകയും ചെയ്യും. മിക്കവാറും ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും, അതായത് മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും നിയമനം കിട്ടാനാണ് സാധ്യത കിടക്കുന്നത്. അത്രത്തോളം ഒഴിവുകൾ ഇനിയും വരാനുണ്ട്. അപ്പം അത്രയും നിയമനം നടക്കുന്ന ഒരു തസ്തികയാണ്. ഇതേപോലെ ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് 2027 വരും. 2030 വരെ അതിന് കാലാവധി ഉണ്ടാവും. അതിൽ നിന്ന് ജോലി നേടേണ്ടവരാണ് നിങ്ങൾ. അത് നേടും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മാത്രം ഈ ഒരു സെഷൻ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോവുക. അത് പോകുന്ന സമയത്ത് ഞാൻ ഈ അസിസ്റ്റന്റ് ഗ്രേഡുകാരെ കൊണ്ട് ചെയ്യിച്ച പോലെ തന്നെ നിങ്ങളും ചെയ്തേക്കുക. LGS കമ്പനി ബോർഡ് LGS നിങ്ങൾ നേടിയിരിക്കും എന്നിവിടെ പ്രതിജ്ഞ ചെയ്യുക. നിങ്ങൾ ഏകദേശം ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു റാങ്ക് അത് നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക. വെറുതെ ചുമ്മാ 1 നേടും 2 നേടും 3 നേടും എന്ന് പറഞ്ഞ് തള്ളണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു റാങ്ക് അല്ലേ. ഈ ഒരു പരീക്ഷ 2027 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അല്ലേ ഇവിടെ വന്ന് താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞത് നേടി കാണിച്ചു എന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ കൈയടിക്കാനും ലൈക്ക് അടിക്കാനും ആളുകൾ ഉണ്ടാവും അവിടെ. ആ ലൈക്ക് വാങ്ങാൻ
പാകത്തിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു റാങ്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലേ. നിങ്ങൾ പേരും നിങ്ങളുടെ റാങ്കും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോ. നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.